ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കൂടുതലേക്ക് വിശദ വിവരങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സോളാർ പാനലിൻ്റെ ഫ്രെയിമിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ ഈ ഫ്രെയിമിലാണ് ഈ പാനലുകൾ അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പാനൽ എന്ന് പറയുന്നത് 370 വാട്ട്സ് ആണ്. ഇങ്ങനെ 13 പാനലാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ 5 kW അല്ലെങ്കിൽ 5000 വാട്ട്സിൻ്റെ പവറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള രതീഷ് ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ രതീഷ് ചേട്ടനാണ് പുള്ളിയുടെ വീടിൻ്റെ റൂഫിലായിട്ട് ഈ ഒരു സെറ്റ് ചെയ്തത്, പാനൽ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇത് എന്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ചേട്ടാ, ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയാമോ? ഇൻസ്റ്റാൾ ചെയ്ത ഇൻസ്പിറേഷൻ കിട്ടിയത് യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ വഴിയാണ് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം കണ്ട്, പിന്നെ നമ്മുടെ ഇനി മുന്നോട്ടുള്ള കാലത്തിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ കണക്കുള്ള നാച്ചുറൽ സോഴ്സുകളെല്ലാം തന്നെ എന്താ പറയുക, അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സോഴ്സുകൾ മാക്സിമം, അതായത് ഈ പറഞ്ഞ കണക്ക് നമുക്ക് മാലിന്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാത്ത എനർജി സോഴ്സുകൾ യൂസ് ചെയ്യുക, അതും മുൻനിർത്തിക്കൊണ്ടാണ് ശരിക്കും ഞാൻ ഈ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് പ്രതിദിനം ഈ പറഞ്ഞ കണക്ക് കറണ്ടിൻ്റെ ഉപയോഗം കൂടി വരത്തേ ഉള്ളൂ. പിന്നെ അപ്പം KSEBയുടെ ബില്ല് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതും കൂടെ മുൻനിർത്തിയാണ് ഞാൻ ഈ സിസ്റ്റം ഫിക്സ് ചെയ്യാനായിട്ടുള്ള കാരണം. കിർലോസ്കറിൻ്റെ പാനലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പാനലിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പാനലിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് മാക്സിമം പവർ എന്ന് പറയുന്നത് 370 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ അത് തന്നെ വോൾട്ടേജ്, ഒരു പാനലിൽ നിന്നുള്ള കിട്ടുന്ന വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 39.36 വോൾട്ടാണ്. ഇനി മാക്സിമം പവർ കറണ്ട് എന്ന് പറയുന്നത് 9.27 ആംബിയർ ആണ്. ഇനി ഇത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 47.37 വോൾട്ടും, അതേപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് 9.87 ആംബിയർ ആണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത്, ഫ്യൂസിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 20 ആംബിയർ ആണ്. പാനൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന DC സപ്ലൈ നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിലോട്ടാണ് വരുന്നത്. PV ഇൻവെർട്ടർ എന്ന് പറയുന്നത് കിർലോസ്കറിൻ്റെ ഒരു PV ഇൻവെർട്ടറാണ്. ഈ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു DC AC ആക്കാനാണ് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ പാനലിൽ നിന്ന് വരുന്ന DC കറണ്ടിനെ AC ആക്കാനാണ് ഈ ഒരു ഇൻവെർട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ കണക്ഷൻ പോകുന്നത് മീറ്ററിലോട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി മീറ്ററിൻ്റെ കാര്യം താഴെ മീറ്ററിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ, നമ്മൾ ഇൻവെർട്ടർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ വരുന്ന മീറ്ററാണ് ഈ മീറ്റർ എന്ന് പറയുന്നത്. ഇത് എത്രമാത്രം പവർ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, ഈ ഒരു പാനലിൽ നിന്ന് എത്രമാത്രം പവർ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു എന്നറിയാൻ വേണ്ടി ഈ മീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മീറ്റർ കഴിഞ്ഞ് നേരെ പോകുന്നത് ഒരു മെയിൻ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റിലോട്ടാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് KSEBയിലോട്ടാണ്. KSEBയുടെ ലൈനിലോട്ടാണ് ഇനി നേരെ പോകുന്നത്, ഗ്രിഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ KSEBയിലോട്ട് പോകുന്നത് അവരൊരു മീറ്റർ വയ്ക്കുന്നുണ്ട്. അതിനെ നമ്മൾ 2-way മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ 2-way മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രമാത്രം എനർജി ഉപയോഗിച്ചു, എത്രമാത്രം എനർജി അങ്ങോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ മനസ്സിലാക്കിയാണ് ഇനി ഇതിൻ്റെ നമ്മുടെ വീട്ടിലെ കറണ്ട് ചെലവിൻ്റെ ബില്ലിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. പലർക്കും ചേട്ടനെ പോലെ ഈ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ പലർക്കും കാണും. അത് അവർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ചേട്ടന് കൊടുക്കേണ്ട ഒരു ഉപദേശം എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു പല വ്യത്യസ്തമായ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും ഉണ്ട് ഇതിലിപ്പോൾ സിസ്റ്റത്തിൽ. അപ്പോൾ ചേട്ടൻ സെലക്ട് ചെയ്ത് ഏതാണ്, എന്തുകൊണ്ട് അത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ ചേട്ടൻ ഒന്ന് വിശദമാക്കാമോ? ഞാൻ സെലക്ട് ചെയ്തത് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് സെലക്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ KSEBയുടെ സപ്ലൈ ഇല്ലാതെ നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളത്. പക്ഷേ അപ്പോൾ അതിനുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത്, ബാറ്ററി ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കഴിയുമ്പോഴത്തേനും നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് വലിയൊരു ഭീമമായ നമുക്കൊരു തുകയിലേക്ക് ആ സമയത്ത് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ചെയ്യേണ്ടി വരും. അപ്പം അത് നമുക്ക് അത്ര ഫീസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺ ഗ്രിഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു കാരണം. അതാകുമ്പോഴത്തേനും നമുക്ക് ഇപ്പം പാനൽസിനൊക്കെ തന്നെ 25 വർഷത്തെ ഒരു വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ 25 വർഷം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ സപ്ലൈ പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പം KCBക്ക് കൊടുത്താൽ തന്നെ നമുക്ക് ഒരു ഇയർലി നമുക്കൊരു ചെറിയൊരു പേയ്മെൻ്റായിട്ട് നമ്മൾ കൂടുതലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് ഒരു റിട്ടേൺസും നമുക്ക് കിട്ടും. ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ശരിക്കും ഓൺ ഗ്രിഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഒരു ഓൺ ഗ്രിഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് KCBയിലോട്ട് ഗ്രിഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? നമ്മൾ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ട ഈ KCBക്ക് കൊടുക്കേണ്ട പ്രൊസീജിയർ വ്യക്തമായിട്ടൊന്ന് പറയാമോ? ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യമേ ഇപ്പം KCBയുടെ തന്നെ പല പദ്ധതികളുണ്ട്, അനേർട്ട് മുഖേന ചെയ്യുന്ന പല പദ്ധതികളുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് പുറത്തുള്ള പ്രൈവറ്റ് കമ്പനീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കമ്പനിയെ നമുക്ക് സമീപിക്കുക. അവർ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു നമ്മുടെ സോളാറിന് ഫീസിബിൾ ആണോ ഇല്ലെന്നുള്ളത് ഒരു 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 പ്രോസസ്സുണ്ട്. അതായത് KCB ഫസ്റ്റ് നമുക്ക് സോളാർ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതാണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് സോളാർ വെക്കാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു സർട്ടിഫിക്കറ്റ്, അതാണ് ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ പറഞ്ഞ കണക്കുള്ള കമ്പനീസാണ് നമുക്ക് നേരിട്ട് നടത്തും. അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യും, മറ്റു കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തോളും. അതിനുശേഷം ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവർ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. KCBയുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം അവർ നെറ്റ് മീറ്ററോട് വെച്ച ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഓക്കെ, നെറ്റ് അവർ ഈ മീറ്റർ വയ്ക്കുമെന്ന് പറഞ്ഞു. അതെ, അത് കഴിഞ്ഞിട്ട് അവർ റീഡിങ് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ വരുന്നത്? അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 2 മാസം കൂടുമ്പോഴാണ് സാധാരണ വീട്ടിലെ റീഡിങ് എല്ലാം എടുക്കുന്നത്. ഈ 2 മാസത്തെ റീഡിങ് അത് ഒറ്റ മാസത്തേക്കാവും. അത് മന്ത്ലി റീഡിങ് ആവും. നമ്മൾ എത്ര കൊടുത്തു, എത്ര നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് മന്ത്ലി റീഡിങ്ങിലേക്ക് ഇത് മാറും. ഓക്കെ. അപ്പോൾ ചേട്ടാ, ഈ ഒരു സോളാർ പാനൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തതിലൂടെ ചേട്ടനുണ്ടായ നേട്ടങ്ങൾ എന്താണ്? ഇനി ഇതേപോലെ സോളാർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് ചേട്ടന് കൊടുക്കേണ്ട ഉപദേശങ്ങൾ എന്താണ്? ഇത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി ഉണ്ടാവുന്ന ആ ബില്ല് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നത്. നമ്മുടെ മന്ത്ലി നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 2 മാസം കൂടുന്തോറും ഏകദേശം 6,000 രൂപയോളം ബില്ല് അടച്ചുകൊണ്ടിരുന്നത് അത് ഇപ്പം എൻ്റെ ഒരു മിനിമം ചാർജിലേക്ക് മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇനി വെക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഇത് ഇത്തിരി ഹൈ ആയിരിക്കും. പക്ഷേ നമുക്കൊരു 5 അല്ലെങ്കിൽ ഒരു 6 വർഷങ്ങൾ കൊണ്ട് നമുക്ക് ആ തുക നമ്മുടെ പോക്കറ്റിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺ ഗ്രിഡ് സോളാർ പാനൽ സിസ്റ്റം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ രതീഷ് ചേട്ടനാണ്. അപ്പോൾ രതീഷ് ചേട്ടനെ ഈ ഒരു വീഡിയോ ചെയ്യാൻ സഹായിച്ചതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ഹരി, താങ്ക് യു അരുൺ. നമ്മൾ എല്ലാവരും ഈ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിലേക്ക് മാറണമെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. ഈ പറഞ്ഞ കണക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇത് വളരെയധികം ഒരു ഭാവിയിലെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു എനർജി സോഴ്സായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നതാണ്. ഇത് മുന്നോട്ട് പോട്ടെ എന്ന് പറയും.